ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിപ്പോൾ കളയാൻ വെച്ചിരുന്ന ബോട്ടിലെടുത്തിട്ട് രണ്ട് യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ടാണ് പോണത്. അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയറും ചെയ്യണേ. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ. ഞങ്ങൾ വീട്ടിൽ കളയാൻ വെച്ചിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് യൂസ്ഫുള്ളായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, അതൊന്നും അറിയിക്കാൻ പറ്റില്ല. ഭയങ്കര സന്തോഷമായിരിക്കും നമുക്ക്. കളയാൻ വെച്ച ഒരു ബോട്ടിലാണെങ്കിലും അതിൽ ഞങ്ങളൊരു ചെടി നട്ടാലും നമുക്കതിന് ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ ഈ ബോട്ടിൽ ഇതുപോലെ അങ്ങോട്ട് മുറിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ രീതിയിൽ മാർക്ക് ചെയ്തെടുക്കണം. അടിപൊളിയാണ്. ഈ ഒരു ബോട്ടിൽ കൊണ്ട് രണ്ട് ഐറ്റമാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലെ ഒരു സാധാരണ ഐഫോണിലാട്ടോ ഞാൻ കട്ട് ചെയ്യണത്. ഇങ്ങനെ ക്രയോൺ വെച്ച് വരച്ചിട്ട് സാധാരണ കത്തിയെടുത്തിട്ട് മെല്ലെ മുറിച്ചെടുക്കലാണ് കേട്ടോ ചെയ്യണേ. വര തെളിഞ്ഞില്ല ആ ഭാഗത്ത്, അതുകൊണ്ട് ഞാൻ ചെറിയതായിട്ടൊന്ന് വരച്ച് കൊടുക്കണം. അങ്ങനെ അപ്പോൾ പിന്നെ ഇത് ഞാൻ 299, അതായത് 299 രൂപയ്ക്ക് 5 ലിറ്ററിൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്യുന്ന സാധനം വാങ്ങിയതാണേ. മെഷീനിലൊഴിക്കുന്ന ലിക്വിഡ്. അത് 5 ലിറ്ററിൻ്റെ ബോട്ടിൽ. ഇത് ഞങ്ങളുടെ അടുത്ത് തന്നെ വിൽക്കുന്നുണ്ട്. അങ്ങനെ വാങ്ങിച്ചതാണ്. അപ്പോൾ കണ്ടില്ലേ, മുറിച്ചെടുത്തു. കട്ട് ചെയ്ത് മുറിച്ച് മാറ്റി. ഇനി ഇത് ഞങ്ങൾക്ക് ഒരു സ്റ്റാൻഡ് പോലെ ആയില്ലേ. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് എവിടെ വേണമെങ്കിലും തൂക്കിയിടാം. കണ്ട. എന്നിട്ട് ഹാർപ്പിക്കോ ഷാമ്പിൻ്റെ ബോട്ടിലോ ബ്രഷോ എന്ത് വേണമെങ്കിലും അതിനകത്ത് എടുത്ത് വെക്കാം. ചെരിഞ്ഞു പോകത്തില്ല, കൃത്യമായിട്ട് അതിനകത്ത് ഇരുന്നോളും. വേണമെങ്കിൽ അകത്തൊരു ചെറിയ ഹോൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിനകത്തൂടെ വെള്ളം പോയി. ഞാൻ ഹോളിടുന്നത് കാണിച്ചില്ല. പിന്നെ ബാക്കി വന്ന ഈ പീസ് അതിൽ നിന്ന് മുറിച്ചിട്ട് കിട്ടിയ ബാക്കി പീസാണ് കേട്ടോ. ഇതുകൊണ്ട് ഞങ്ങൾക്ക് വേറൊരു സംഭവം ഉണ്ടാക്കാം. ഇതിങ്ങനെ വരച്ചെടുക്കാം. ഇതിനകത്തൂടെ ഒന്ന് വരച്ച് ക്രയോണോ എന്തെങ്കിലും വെച്ച് വരച്ചോട്ടോ. ഞാനിങ്ങനെ ക്രയോണോ വെച്ച് എനിക്ക് വീഡിയോ പിടിച്ചു തരാൻ ആരില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ മെഷീത്തിന് മുകളിൽ വീഡിയോ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ടാണ് ഞാനിങ്ങനെ വരക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇത് ഇത്രയും ഭാഗം മുറിച്ച് മാറ്റാം. എൻ്റെ മോനാണ് കേട്ടോ അതിലേ പോയത്. നോക്കിക്കൊണ്ട് കളിയാക്കാൻ വരുന്നതാണ്. എന്നിട്ട് കളിയാക്കിപ്പോയി ആൾ, ചിരിച്ചിട്ട് പോയി. ഇനിയിപ്പോൾ ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അത്രയും ഭാഗം സൈഡിൽ നിന്ന് മുറിച്ച് മാറ്റി. ഇനി ഈ ഭാഗം ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. എൻ്റെ ഒരു പഴയ ഒരു പൈപ്പ് ഉണ്ടായിരുന്നേ, കഷ്ണം PVC പൈപ്പിൻ്റെ ബാക്കി. അതിങ്ങനെയാണ് അതിനകത്ത് ഒരു ഹോൾ പോലെ വെച്ചിട്ട് മുറിച്ചെടുത്തിട്ട് അതിനകത്ത് നമുക്ക് ഈ PVC പൈപ്പൊന്ന് ചൂടാക്കി കയറ്റിവിടാം. ഒരു എന്താ പറയുക, ലൈറ്റർ കൊണ്ട് ചൂട് വയ്ക്കിയിട്ട് നമുക്കതിനകത്ത് കത്തുന്നില്ല, ചൂടാക്കിയിട്ട് അതിനകത്ത് അത് വെച്ച് ഫിറ്റ് ചെയ്യാം. എത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കട്ടെ. ചൂടാക്കിയാൽ അത് പെട്ടെന്ന് അതിനകത്ത് കയറും. എന്നിട്ട് അതൊന്ന് കുറച്ച് നേരം പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് സെറ്റായി കിട്ടും. ഇനി ഞാൻ കാണിച്ചു തരാം വേസ്റ്റ് അടിച്ച് വാരിയെടുക്കുന്നത്. ഞങ്ങൾ വീട് പഴയ വീടാണ്. വേണ്ട, വേസ്റ്റ് അടിച്ച് വാരിയെടുക്കണം. വേണ്ട, എല്ലാം കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. താങ്ക് യു.